ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അരി ഒന്ന് കുതിർത്തി വെക്കാനുണ്ട്. ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ മൊത്തത്തിൽ 1.5 കപ്പ് പച്ചരിക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണ് പറയുന്നത്. അപ്പോൾ ഇതാ 1.5 കപ്പ് പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഇതിനൊന്ന് കഴുകി എടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 3 വെള്ളത്തിൽ നല്ലോണം തന്നെ കഴുകി എടുത്തിട്ട് പുതിർത്തി വെച്ചതാണ്. ഇതൊരു 4 മണിക്കൂർ ഈ ഒരു ഇതിൽ പുതിർത്തി വെക്കാം. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് വെള്ളം ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇതിലേക്ക് 3 കട്ട വെള്ളം എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചു കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് ഉരുക്കി കിട്ടേണ്ടിട്ട്. അപ്പോൾ ഇതാ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇതാ വെള്ളം ഉരുക്കിയെടുത്തിട്ട് അതവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇതാ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഒന്ന് നല്ലോണം ഒന്നുകൂടി കഴുകിയിട്ട് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞിട്ട് എടുക്കാം. വെള്ളം കംപ്ലീറ്റ് ആയിട്ട് തന്നെ കളയണം, കാരണം ഇത് നമ്മൾ വെള്ളത്തിലാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ വെള്ളമെല്ലാം നല്ലോണം കളഞ്ഞിട്ട് ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരി. അതിലേക്ക് 5 ഏലക്കായ് ഇട്ട് കൊടുത്തിന്. പിന്നെ നമുക്കിതിലേക്ക് ഗോതമ്പത്തിൻ്റെ പൊടി ചേർക്കണം. ഞാനിപ്പോൾ ഇതാ ഒരു 3 ടേബിൾ സ്പൂണ് ഗോതമ്പത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഉരുക്കിയെടുത്ത വെള്ളമാണ്. അത് ഞാൻ ഒന്ന് അരിച്ചെടുത്തതാണ്. ഇത് അരിച്ചിട്ട് തന്നെ എടുക്കണം വെള്ളം. അപ്പോൾ അത് അരിച്ചിട്ട് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ അരി അരച്ചെടുക്കാം. പിന്നെ വെള്ളം ഇപ്പം ഞാൻ 3 കട്ട എടുത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടൊന്നും ഉപയോഗിക്കൂല. എത്ര ഉപയോഗിച്ചെന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. വെള്ളം നമ്മൾ ഇതാ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഫസ്റ്റ് തന്നെ ഒഴിക്കാണ്ട് കുറച്ച് കുറച്ച് നോക്കിയിട്ട് അങ്ങനെ ഒഴിച്ചിട്ട് അരി അരച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതാ അരി അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നല്ലോണം തന്നെ ഫസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിതാ ഈ ഒരു രീതിയിൽ തരിയോട് കൂടിയിട്ട് അരച്ചെടുക്കുക. അതായത് വലിയ വലിയ തരികൾ പാടില്ല, ചെറിയ ചെറിയ ഇങ്ങനെ ഈ ഒരു രീതിയിൽ തരിയോട് കൂടിയിട്ട് തന്നെ അങ്ങനെ അരച്ചിട്ടെടുക്കാം. അല്ലാണ്ട് ഫൈനായിട്ട് അങ്ങനെ അരക്കണ്ട. ഇതാ ഇത്രയും വെള്ളം ബാക്കിയുണ്ട്. ഞാൻ ടോട്ടൽ 300 ഗ്രാം വെള്ളാട്ടാണ് എടുത്തത്. അതിൽ ഏകദേശം 50 ഗ്രാമോളം തന്നെ ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ 250 ഗ്രാം വെള്ളം ടോട്ടൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതിനെ നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 8 മണിക്കൂർ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇതാ ഇത് കറക്റ്റ് 8 മണിക്കൂറിന് ശേഷമാട്ടോ ഞാനിപ്പോൾ ഇത് എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ചെറിയ ജീരകം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടാട്ടാ ചേർത്ത് കൊടുക്കുന്നത്. ഫൈൻ ആയിട്ടുള്ള പൗഡർ അല്ല, ചെറുതായിട്ടൊന്ന് കുത്തി എടുത്തിട്ട് അങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുക. പക്ഷെ ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് RKG ചേർത്ത് കൊടുക്കുന്നുണ്ട്. RKG അല്ലെങ്കിൽ RKG പോലെ ഫ്ലേവർ വരുന്ന ടൈപ്പ് നെയ്യ് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്തൊന്ന് വറുത്തിട്ട്
ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ RKG ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചേർക്കുന്ന സമയത്ത് നല്ല നേരിയ രീതിയിൽ തന്നെ അത് കട്ടാക്കി എടുക്കാൻ വേണ്ടി നോക്കാം. പിന്നെ നമുക്കിതിലേക്ക് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച നെയ്യപ്പത്തിന്റെ ആ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ബാറ്ററിന്റെ കട്ടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓവറായിട്ട് കട്ടി തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സാധാ നോർമൽ വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് സ്പൂൺ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. കാരണം വെള്ളം കൂടി പോകരുത്. അപ്പോൾ അത് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്നില്ല. കാരണം ഇത് എൻ്റെ കറക്റ്റ് കട്ടിയാട്ടോ. അങ്ങനെ ഓവറായിട്ട് കട്ടിയായിട്ടൊന്നുമില്ല. അപ്പം ബാറ്ററി ഇതാ ഈ ഒരു ലെവലിലാട്ടോ ഉള്ളത്. നമ്മൾ ദോശൻ്റെ മാവിനേക്കാളും കുറച്ചൊന്ന് കട്ടി കൂടുതലുണ്ട്. പക്ഷെ ഓവറായിട്ട് കട്ടിയില്ല. ഓവറായിട്ട് കട്ടിയായി കഴിഞ്ഞാൽ നെയ്യപ്പം ഭയങ്കര കട്ടിയായിപ്പോവും, ഭയങ്കര ഹാർഡായിപ്പോവും. ഭയങ്കരമായിട്ട് ലൂസായി കഴിഞ്ഞാൽ പിന്നെ ദോശ പോലെ ആയിപ്പോവും. നെയ്യപ്പത്തിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടൂല. അപ്പം ഈ ഒരു ലെവലിൽ നല്ല ലൂസും അല്ല നല്ല ടൈറ്റും അല്ലാത്ത രീതിയിൽ അങ്ങനെ ബാറ്റർ ചെയ്തിട്ടെടുക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. കാരണം ഈ ഒരു സ്റ്റെപ്പ് കൊളായി കഴിഞ്ഞാൽ നെയ്യപ്പം മൊത്തത്തിൽ കൊളായി പോവും. എന്നിട്ട് നമുക്കിതാ അതാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലോണം ചൂടായ ശേഷം നമ്മൾ ആക്കി വെച്ച് നെയ്യപ്പത്തിൻ്റെ ബാറ്ററിൽ നിന്ന് 1 സ്പൂൺ എടുത്തിട്ട് ഈ ഒരു രീതിയിൽ സെൻട്രലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നെയ്യപ്പം ഈ ഒരു രീതിയിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒന്ന് പൊങ്ങി വരും. പൊങ്ങി വന്നപാട് തിരിച്ചിട്ട് കൊടുക്കണ്ട. കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് അടിഭാഗം കുറച്ചൊന്ന് ആയ ശേഷം ഈ ഒരു രീതിയിൽ തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് ചെയ്തിട്ടെടുക്കാം. നല്ല ലോ ആക്കിയിട്ട് ചെയ്തിട്ടെടുത്ത് കഴിഞ്ഞാൽ നെയ്യപ്പം കുറേ നേരം ഓയിലിൽ കിടന്നിട്ട് ആകെ കട്ടിയായി പോവും. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുറം ഭാഗം കരിഞ്ഞു പോവും, ഉള്ള് വേവാണ്ടായി പോവും. അപ്പം ഒരു മീഡിയം ലെവലിൽ ഫ്ലെയിം കൊണ്ടുപോവാം. അപ്പോൾ ഇതാ 2 സൈഡിലും ആക്കിയിട്ട് നെയ്യപ്പം നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പം നമ്മളെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് പറയാം. വീഡിയോ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്തു നോക്കാം. അപ്പം ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.